choir for that marvelous rendition. I warmly welcome Mr. John Matthew Uncle for the opening prayer. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിന്റെ മഹത്വം ഒരിക്കൽ കൂടെ കാണുവാൻ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ. നിന്റെ മനോഹരത്വം ദർശിപ്പാൻ കർത്താവെ ബലഹീനരായ അടിയങ്ങളെ നീ തിരഞ്ഞെടുത്തുവല്ലോ. സ്തോത്രം കർത്താവെ. കാലാകാലങ്ങളിലായി ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുവാനായി എൻ്റെ ശ്രേഷ്ഠദാസന്മാരെ നീ ഒരുക്കി അയച്ച വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നയിച്ചവരെ എല്ലാവരെയും സ്നേഹത്തോടും ബഹുമാനത്തോടും നന്ദിയോടും കൂടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ ജിജു ജോസഫ് അച്ഛനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷം ലഭിച്ച എല്ലാവിധ നേതൃത്വത്തിനായും നടത്തിപ്പിനായും കരുതലിനായും സ്നേഹത്തിനായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരെ നീ ഒരു പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. അവിടെയും നിനക്കായി വൻ കാര്യങ്ങളെ ചെയ്യുവാനും അനേകരെ നിനക്കായി നേടുവാനും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടി വന്നിരിക്കുന്ന ഞങ്ങളെയൊക്കെയും നിൻ്റെ കരങ്ങളിൽ തരുന്നു. കർത്താവെ, തുടർന്നുള്ള ചടങ്ങുകളിലൊക്കെയും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. നിൻ്റെ സാന്നിധ്യബോധത്താൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യുന്നതൊക്കെയും ഞങ്ങളുടെ സന്തോഷത്തിനും നിൻ്റെ നാമമഹത്വത്തിനും ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സ്നേഹ കൂട്ടായ്മയെ സ്വാഗതം ചെയ്യുവാനായി 2026-27 വർഷത്തെ ഇടവക സെക്രട്ടറിയും ഇന്നത്തെ ഈ യോഗത്തിന്റെ കൺവീനറുമായ മിസ്റ്റർ വർഗീസ് പി ജോർജ് അങ്കിളിനെ ക്ഷണിക്കുന്നു. വന്യ വൈദികരെ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, മറ്റ് വെൽവിഷേഴ്സ്, ഈ ഫെയർവെൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ സ്നേഹവന്ദനം അർപ്പിച്ചുകൊണ്ട് നാം ഇന്ന് നമ്മുടെ ജിജു അച്ഛനും കുടുംബത്തിനും ഏറ്റവും സമുചിതമായ യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടിയായിരിക്കുന്നല്ലോ ഇവിടെ കൂടിയിരിക്കുന്നത്. ആ അവസരത്തിൽ ചുരുക്കമായ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ഓർമ്മിച്ചതുപോലെ കാലാകാലങ്ങളിൽ ദൈവം തമ്പുരാൻ തൻ്റെ ജനത്തെ നടത്തുവാനായി മോശ മുതൽ പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും നിയോഗിച്ചതായി നമുക്കറിയാം. അങ്ങനെ രാഷ്ട്രത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഇടവുകൾക്കുമൊക്കെ ഓരോ വ്യക്തിത്വങ്ങളെ ദൈവം വരവേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായി കാണാം. അങ്ങനെയുള്ള ഒരു പ്രത്യേക നിയമപ്രകാരം ഈ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ ഇടവകയെ ഏറ്റവും സ്തുത്യർഹമായി നയിപ്പാൻ പ്രിയ ജിജു അച്ഛനെ ദൈവം തമ്പുരാൻ സഹായിച്ചു. നമ്മുടെ ഇടവകയും അച്ഛനും ഇടവകയും ഒരു രണ്ടായിട്ടുള്ള രീതിയിലല്ല നമ്മൾ കഴിഞ്ഞ 2 വർഷം ഇവിടെ കണ്ടത്. അങ്ങനെ കൊമ്പ് കുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ വസിച്ചെങ്കിൽ മാത്രമേ ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. അച്ഛൻ തന്നെയോ ഇടവക തന്നെയോ വിചാരിച്ചാൽ ഇവിടുത്തെ ഒരു പദ്ധതികളും നടക്കില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അച്ഛൻ്റെ ചുറുചുറുക്കമായുള്ള നേതൃത്വം, ഇടവക ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, തമ്മിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വ്യാപരിച്ചപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിന് ദൈവം നമ്മെ ഇടയാക്കാനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം തുടർന്ന് പ്രവർത്തിപ്പാൻ പ്രിയാച്ചനെ ഏറ്റവും സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. കൊച്ചമ്മയും മക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചു. ആദ്യമായി ഇവിടെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട MC ജോഷുവ അച്ഛനാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ വാർദ്ധക്യത്തെ സഹജമായ ക്ഷീണങ്ങളെയൊക്കെ അവഗണിച്ച്, അച്ഛൻ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ തന്നെ അച്ഛൻ നടക്കരുത്. എങ്കിൽ മൈൻഡ് എല്ലാപ്പോഴും എന്ത് കാര്യത്തിന് പറഞ്ഞാലും ഉടൻ അച്ഛൻ ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം
നിവൃത്തിയുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. അത് ഏറ്റവും നമ്മുടെ ഇടവകയുടെ ഒരു അനുഗ്രഹമാണ്. ജോഷുവ അച്ഛനും കൊച്ചമ്മയും കൊച്ചമ്മ അച്ഛൻ്റെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം അച്ഛൻ്റെ സർവ്വതിനും കൊച്ചമ്മയും കാരണമാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ഛനെ പറ്റി ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ തുടർന്ന് പറയാനിരിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് ഏറ്റവും സന്തോഷത്തോടും ബഹുമാനത്തോടും സ്വാഗതം ചെയ്തു. ചിരു കൊച്ചമ്മ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അച്ഛമ്മ ഈ മീറ്റിങ്ങിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. മക്കൾ അഞ്ജലി, ആകാശ് വരെ 3 പേരെ ആകാശ് ഒരു 3 പേരെ സ്നേഹത്തോടു കൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയ ഇടവകാംഗങ്ങൾ, ഇടവകയുടെ എന്ത് കാര്യങ്ങൾക്കും ഏറ്റവും ആത്മാർത്ഥമായും ഏറ്റവും സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടവകാംഗങ്ങളാണല്ലോ. അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇന്ന് തന്നെ ഇവിടെ ഇത്രയും പേർ കൂടിയിരിക്കുന്നു. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഇടവക അംഗങ്ങൾ ടെക്നിക്കലി ആയില്ലെങ്കിലും നമ്മുടെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്. സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു ഇടവകയുടെ പ്രധാന ഭാഗമാണല്ലോ. അവരുടെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എല്ലാ സ്റ്റുഡൻസിനെയും വെൽ വിഷേഴ്സിനെയും ഏറ്റവും ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. Thank you, Uncle. Now I invite Reverend MC Joshua to bless the gathering with the presidential address. ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ഛൻ, ടിനു കൊച്ചുമ, നമ്മുടെ വീട്ടിലെല്ലാം ശക്തി പകർന്നതായിട്ടുള്ള ത്രിപിൾ എ മക്കൾ, എൻ്റെ പല എക്യുപ്മെൻസിന് ശക്തി കൊടുക്കുന്നത് ത്രിപിൾ എ ബാറ്ററിയാണ്. ഇപ്പം ഞാനെപ്പോഴും ഓർക്കുന്നത് ത്രിപിൾ എ, ഞാൻ പറയാതെ അറിയാതെ. വളരെ ധന്യമായിട്ടുള്ള ശുശ്രൂഷ 2 വർഷം നിർവഹിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇന്ന് എനിക്ക് വലിയൊരു സമ്മാനം ബഹുമാനപ്പെട്ട അച്ഛൻ തന്നു. അത് 1975 ഏപ്രിൽ മാസം 17-ാം തീയതി ഞങ്ങൾ ഓർഡൈൻഡ് ആയപ്പോൾ കാലം ചെയ്ത യൂഹാനാൻ മാർത്തോമ മെത്രാപ്പോലീത്തായി തോമസ് മറത്താനാഷ്യസ്ഥിരയുടെ മധ്യത്തിൽ ഇട്ടു തന്ന കമ്മീസ്, അന്ന് എനിക്ക് കലരിക്ക് ബസാറിനടുത്തുള്ള കരോട്ട് അവിടെ 1.5 രൂപയ്ക്ക് തയ്ച്ച കമ്മീസാണ്. അതിന് ശേഷം ഞാൻ ഉപയോഗിക്കേണ്ടി വന്നില്ല. പിന്നെ കാസൊക്കെ ഉപയോഗിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കമ്മീസ് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അത് പറഞ്ഞപ്പോൾ അച്ഛന് കോട്ടയത്ത് നിന്ന് പ്രത്യേകമായിട്ട് തയ്ച്ച് റെഡിയാക്കി ഇന്ന് എൻ്റെ കയ്യിൽ കൊണ്ടെത്തിച്ചു. അപ്പോൾ എൻ്റെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാൻ ഒരു അവസരമായി.
1967 മാവേലിക്കര തഴക്കര വെച്ച് യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്തായുടെ അധ്യക്ഷതയിലും തിരുമേനിയിൽ നിന്നും ആദ്യ കുർബാന ഏറ്റു ഞാൻ. 1967. 4 വർഷത്തിന് ശേഷം 1971 ഞാൻ സെമിനാരിയിൽ പ്രവേശിച്ചു. ഇന്നത്തെ സെമിനാരി അല്ല, അന്ന് വളരെ CB ഓണത്തിന് വളരെ പ്രയാസപ്പെട്ടാണ് സെമിനാരി നടത്തുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല സാമ്പത്തികമായി. അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് 1975 കോട്ടയത്ത് വെച്ച് പട്ടണം. ഈ 3 സംഭവങ്ങൾക്കും യോഹന്നാൻ മാർത്തോമ്മ മെത്രാപ്പോലീത്തായും അതോടെ ഇടയ്ക്ക് എല്ലാ ബുധനാഴ്ചകളിലും തിരുമേനി അവിടെ സെമിനാരി വരുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജിജോ ജോസഫ് അച്ഛൻ ട്രാൻസ്ഫറായി പോയപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പലതും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുന്നില്ല. നമ്മുടെ മിസ്റ്റർ ടിങ്കു ജോർജിൻ്റെ പ്രദേശത്തായിരുന്നു എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ പുനലൂർ. അന്ന് 3 ഇടവകയാണ്. അന്ന് എനിക്ക് കിട്ടിയ ശമ്പളമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ മുടി വെട്ടാൻ എനിക്കായ അന്ന് കിട്ടിയ 3 ഇടവകയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ആ എമൗണ്ട് കൊടുത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ മുടി വെട്ടി. അത്രയും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ലഭിച്ച ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറയും. അന്ന് സൈക്കിളിലൊക്കെ യാത്ര ചെയ്ത് മലയുടെ മണ്ടയ്ക്ക് പോകും. അന്നൊരു വീട്ടിൽ അന്ന് ഇന്നത്തെ സാഹചര്യം പോലല്ല, ചാണകം മെഴുകിയതായിട്ടുള്ള ഫ്ലോറുള്ള വീട്ടിൽ അതിൻ്റെ മണ്ടയ്ക്ക് സൈക്കിൾ താഴെ വെച്ച് കൂട്ടി അവിടെ ചെന്നു. അവിടെ ഒരു പുൽപ്പ വിരിച്ച് അവിടെ ഇരിക്കും. അവിടെ തന്നെ ഉണ്ടാക്കിയത് കാപ്പിക്കൂര് വെച്ച് പൊടിച്ച കാപ്പി ഇട്ട് മുട്ട പൊഴുങ്ങി പൊളിക്കാതെ കൊണ്ടുവന്ന കുഴപ്പമില്ലായിരുന്നു. പൊളിച്ച് ആ സോസറ് ഈ ചട്ടയും കൊണ്ട് കൊടുക്കുന്നവർക്കല്ലേ അതിൻ്റെ പുറയിൽ ഒരു ഞൊറി ഉണ്ടാവിട്ട് ഒരു തിരുമിയിട്ട് ഉപ്പിന് ഞാനവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത്. പക്ഷെ അതിൻ്റെ പിൻപിലുള്ള ഒരു സ്നേഹം നിങ്ങൾ പറയാത്ത ഞാൻ സർക്കാസ്റ്റിക്കാതെ പറയുന്നത് വളരെ സിൻസിയറായിട്ടുള്ള ശുശ്രൂഷ. ഞാൻ അവരെ വളരെയധികം ബഹുമാനിക്കുന്നു. ആ സ്നേഹം. പിന്നെ ഒരു കാര്യമുണ്ട്, സൈക്കിൾ കൂട്ടി അതിൻ്റെ മണ്ടയ്ക്ക് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വതമേ ദൈവമേ എന്ന് വിളിച്ചു പോകും. അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ പല ഫേസസ് ഉണ്ട്, അതിലേക്ക് ഞാൻ പറയും. ഇവിടെയൊക്കെ നയിച്ച ഒരു കാര്യം ബഹുമാനപ്പെട്ട ഏലിയാവിനെയാണ് ഞാൻ ഓർക്കുന്നത്. ഏലിയാവിനെ ഓർക്കാൻ കാരണം VM മാത്തച്ചൻ, യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പോലീത്ത CB ഓണച്ചൻ, ഇവരെല്ലാം പറഞ്ഞൊരു സംഗതി എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പലവിധമായ പ്രതിസന്ധികളും വരും. അവിടെ ഒന്നും നിങ്ങൾ ഇടത്തോ വലത്തോ ആയി സ്വർഗത്തോട് നോക്കി രാത്രിയിൽ പ്രാർത്ഥിക്കും. ഇൻഡയറക്റ്റായിട്ട് പോലും നിങ്ങളുടെ ഒരു ആവശ്യം പ്രശ്നം പൊതുവായിട്ട് പറയരുത്. ഇന്ന് വരെ ഏലിയാവിൻ, ഞാനിപ്പോഴും പറയുന്നൊരു സംഗതിയല്ല, കെരീത് തോട്ടിൽ ഏലിയാവിനെ പോറ്റിയ ദൈവം, സാരഫത്ത വിധിക്കൂടെ നടത്തിയൊരു ദൈവം ഇന്നും ഞങ്ങളെ നടത്തും. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവായി ഞാൻ എൻ്റെ വില പറയാം. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ഇത് ശുശ്രൂഷപ്പെടുന്ന പല മനോഹരമായ ശുശ്രൂഷ. പുതിയ സ്ഥലത്തേക്ക് പോകും. പ്രതിസന്ധികൾ വ്യത്യസ്തമാണ്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രതിസന്ധികളല്ല ഇപ്പോഴും. എന്നാൽ എനിക്ക് പറയാനുള്ള ഒരു സംഗതി, ഏലിയാവിനെ പോറ്റിയ ദൈവം ഈ മുഖങ്ങളെ ഒന്നുമല്ല നോക്കേണ്ടത്, സർവശക്തനായ ദൈവം നടത്തും. ഇവിടെ ദൈവം തമ്പുരാൻ ജിജു ജോസഫ് അച്ഛനെ, ടിനു കൊച്ചമ്മയും കുഞ്ഞുങ്ങളെ 3 പരിപാലിച്ചു പല സ്ഥലത്തും. രാവിലെ എൻ്റെ ഭാര്യയെ ഞാൻ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ വാട്സപ്പിലൊരു മെസ്സേജ് ഉണ്ട്, ഒരു വാക്യം, ഒരു പ്രയർഫുൾ വേർഡ്സ് ടിനു കൊച്ചമ്മ എല്ലാവർക്കും വായിക്കുന്ന
ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. കൊച്ചമ്മയുടെ മാതാവ് ആശുപത്രിയിലായിരുന്ന സമയത്ത് മറന്നു. എൻ്റെ കൂടെ അന്ന് 67 മാവേലിക്കലുണ്ടായിരുന്ന ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിച്ചേർന്നത് ജേക്കബ് തോമസ് അച്ഛന് ഇപ്പോൾ സ്ട്രോക്കായിട്ട് അവിടെ കുറച്ച് നാൾ മുമ്പ് ഹോസ്പിറ്റലിൽ പേര് ബിലീവേഴ്സ്, പ്രായമായ പേരോർത്ത് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അന്വേഷിക്കുക. അന്ന് ആലീസ് കൊച്ചമ്മയെ വിളിച്ചിട്ട് കിട്ടിയല്ല, അത് കിട്ടാഞ്ഞുകൊണ്ട് ടിനു കൊച്ചമ്മയെ വിളിച്ച് ചോദിച്ചു അറിയാം. പലവിധമായ പ്രതിസന്ധി. ഞങ്ങൾ 8 പേര് 10 പേരിൽ 2 പേര് കാലയവനയ്ക്ക് അപ്പുറത്തുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഏലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെ പോറ്റുന്നു, അച്ഛനെയും കുടുംബത്തെയും പോറ്റും, പരിപാലിക്കും. ആ ദൈവം തമ്പുരാൻ നടത്തും. ആ ഒരു അഷ്വറൻസ് എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ കാലം നടന്നതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ട് വഴി നടത്തും. അപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട തുടർന്നുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അപകടം, ഞാൻ MDH പഠിക്കാൻ പോയപ്പോഴേ ഹണ്ടർ പി മേബറി എന്ന് പറഞ്ഞ ആളുകളോട് ചോദിച്ചതും ഏറ്റവും പ്രാഥമികമായ ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള എളിമയോടുകൂടി കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അതിശയകരമായി ദൈവം നടത്തുന്നു. ഈ വാക്കുകളാൽ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും തുടർന്ന് രംഗത്ത് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛ. നമ്മുടെ ഇടവകയുടെ വിവിധ സംഘടനകൾക്ക് ഇപ്പോൾ അച്ഛനോടും കുടുംബത്തോടും പ്രാർത്ഥനകളും ആശംസകളും നേരുന്ന അവസരമാണ്. ഇടവക മിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുവാനായി മിസ്റ്റർ ജോസഫ് വർഗീസ് അങ്കിളിനെ ക്ഷണിക്കും. ടൈം കീപ്പപ്പ് ചെയ്യണമെന്നാണ് എന്നോട് നിർദ്ദേശിച്ചത്. കഴിവതും 3 മിനിറ്റിനുള്ളിൽ ഞാൻ അത് നിർത്താൻ ശ്രമിക്കുന്നതായിരിക്കും. കർത്തൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിൽ അധ്യക്ഷത പദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ, ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ, നമ്മുടെ ടിനു കൊച്ചമ്മ, കുഞ്ഞുങ്ങളെ, ക്രൈസ്തവ സമിതി അംഗങ്ങളെ, ദൈവജനമേ, എൻ്റെ സ്നേഹവന്ദനം. സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ശാഖയായ ഇടവ മിഷനെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ ഇന്ന് നിൽക്കുന്നത്. ഇതിന് അവസരം നൽകിയതിനായിട്ട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ താളുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നത് എന്ന് കരുതുന്നത് ചില നിമിഷങ്ങളും പാഠങ്ങളും മാത്രമാണ്. അച്ഛനിലൂടെ ലഭിച്ച എല്ലാ ധന്യനിമിഷങ്ങൾക്കും പാഠങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം കരയിട്ടാം. ബ്ലെസ്സി എന്ന ചലച്ചിത്രകാരൻ്റെ ഒരു വലിയ കലാസൃഷ്ടിയാണ് കാഴ്ച എന്ന ഫിലിം. അത് 2 വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതിയെയും മനോഭാവങ്ങളെയും വരച്ചു കാട്ടിയ ഒരു കലാസൃഷ്ടിയാണ്. ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഗ്രാമീണ ഭംഗിയൊക്കെയും അതിലൊക്കെയും കാണിച്ചു കൂട്ടുന്നുണ്ട്. അതുകൂടാതെ കച്ച് എന്ന ഗ്രാമത്തിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള കാര്യങ്ങളും കാണിച്ചു. പിന്നെ അതിനെപ്പറ്റിയെല്ലാം ഞാൻ പറയാൻ നിൽക്കുന്നത്, ഇതിനെപ്പറ്റിയുള്ള കാഴ്ച എന്തായിരുന്നു? ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ നന്മയും നൈർമല്യതയും മനുഷ്യത്വവും എന്താണെന്ന് കാണിച്ചിരുന്നു. മറുവശത്ത് നിയമങ്ങളും അതിലെ ചുമതലകളൊക്കെ കാറ്റിൽ പടർത്തുന്ന ഒരു കൂട്ടം സമൂഹം. ഇത് പറയാൻ കാരണം നമ്മളുടെ മനോഭാവം എങ്ങനെയാണ്. ഞാൻ ഇടവ മിഷനെ പറ്റി മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ ഈ പല സംഘടനകളൊക്കെയും സ്ഥാപിച്ചപ്പോൾ വലിയ വീക്ഷണത്തോടു കൂടിയായിരുന്നു ഇത് സ്ഥാപിച്ചത്. ഇപ്പോൾ കാണുന്നത്, നമ്മുടെ ഇടവ മിഷനിൽ കാണുന്ന അച്ഛൻ്റെ ഒരു വലിയൊരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ കാണുന്നത് പ്രത്യേകിച്ച് ഒറ്റക്ക സംഘത്തിലുള്ള ഒരു മീറ്റിംഗ് മാത്രമാണ്. ഇതിനെ നമ്മൾ എല്ലാവരും എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾക്ക് വിട്ടുതരികയാണ്. പലപ്പോഴും നമ്മൾ ദൂരെ നിന്ന് ഇതിനെ വീക്ഷിക്കുന്നവരാണ്. ഇതിലെ പങ്കാളിത്തം ഉളവാകുന്നുവല്ലോ എന്നുള്ളത് നമ്മൾക്ക് അച്ഛൻ നമുക്ക് ചലഞ്ച് ചെയ്തു. ഞങ്ങളെ കഴിഞ്ഞ
ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലും അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ പക്ഷേ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അത് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ചാലഞ്ചാണ്. അച്ഛൻ ഇപ്പോൾ തിരിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് കാണുമ്പോൾ നമുക്കൊക്കെ ഉറപ്പിക്കാം ഒരു 20 ഇടവ് മിഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മുടെ മുന്നിലേക്ക് കിട്ടിയത്. അച്ഛനിലൂടെ ലഭിച്ച 2 പാഠങ്ങളിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ ലീഡർഷിപ്പ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞെങ്കിലേ പറ്റൂ. ലീഡ് ഫ്രം ദ ഫ്രണ്ട്. ഏത് പ്രവർത്തനമായാലും പദ്ധതികളായാലും അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെ എങ്ങനെ നയിക്കണമെന്ന് അച്ഛൻ നമുക്ക് കാണിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് ഇടവ് മിഷനിൽ തന്ന എല്ലാ നേതൃപാഠത്തിനും നന്ദി കരയിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു റെസ്പോണ്ട്. നമുക്ക് റെസ്പോൺസിബിലിറ്റി തന്നാൽ പോരാ, അത് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി കൂടെ ഉണ്ടായിരിക്കണം. പ്രതിസന്ധികളും വിജയങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ തനതായ രീതിയിൽ അഭിമുഖീകരിക്കണം. അതിന് അച്ഛൻ തന്ന എല്ലാ പാഠങ്ങൾക്കായിട്ടും നന്ദി കരയിച്ചു. മൂന്നാമത്തെ കാര്യം കൂട്ടായ്മ. നമ്മുടെ പള്ളി കേവലം ഞായറാഴ്ച മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. മറിച്ച് മറ്റുള്ള ദിവസങ്ങളിലും ഈ ദേവാലയം ഉപയോഗിക്കണമെന്ന് അച്ഛൻ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനായിട്ട് തീക്ഷ്ണത കാണിച്ചിട്ടുണ്ട്. നാം ഒന്നോട് മനസ്സോട് ചേർന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകാം. ആദിമസഭ നമ്മളെ പഠിപ്പിച്ചതും ഇങ്ങനെയാണ്. താങ്ക് യു അച്ഛൻ ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ടീച്ചിങ്സ് ടു അസ്. അച്ഛൻ നൽകിയ എല്ലാ നേതൃത്വത്തിനും സ്നേഹം നിറഞ്ഞ പാഠങ്ങൾക്കും സർവശക്തിന് നന്ദി കരയറ്റുന്നു. പോകുന്ന ഇടങ്ങളിലെല്ലാം പ്രശോഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഇടവ് മിഷൻ്റെ ഒരു ചെറിയ ഉപഹാരം നൽകുവാൻ വേണ്ടി ഇടവ് മിഷൻ്റെ ഭാരവാഹികളെ ക്ഷണിച്ചുകൊള്ളു. താങ്ക് യു അങ്കിൾ. ഗായക സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ മിസ്റ്റർ ടിങ്കു ജോർജ് അങ്കിൾ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2024 മെയ് മാസത്തിൽ അബുദാബിയിൽ നിന്നും കൊത്തണ്ണൂർ ഇടവകയിൽ ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ഛൻ എത്തിച്ചേർന്നത് വളർന്നു വരുന്ന ഇടവകയ്ക്ക് ദിശാബോധം നൽകുവാനുള്ള ദൈവിക നിയോഗത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രഗത്ഭനായ ഇടവക വികാരി എന്നതിനു പുറമെ നല്ലൊരു ഗായകനും സംഘാടകനും ദൈവവചനത്തെ സ്നേഹിക്കുകയും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്യുന്ന അച്ഛനായിട്ടാണ് ജിജു ജോസഫ് അച്ഛനെ ഞാൻ കാണുന്നത്. അച്ഛൻ വളരെ പ്രവർത്തന നിരതനാണ്. ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും വളരെ വേഗതയുള്ള ആളുകളാണ്. എങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യവും ധൃതിയിൽ ചെയ്യാതെ സിസ്റ്റമാറ്റിക്കായും ട്രാൻസ്പെറൻ്റായും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ അനുകരണീയമായ സ്വഭാവ വിശേഷതകൾ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിത്വമാണ് അച്ഛൻ. അച്ഛൻ്റെ സാന്നിധ്യം തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അച്ഛൻ്റെ സൗഹൃദത്തോടെയുള്ള പെരുമാറ്റവും ഊഷ്മളമായ സമീപനവും വിശാലമായ കാഴ്ചപ്പാടും ഏവരെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സിൻ്റെ വലിപ്പവും ശ്രദ്ധേയമാണ്. ദൈവഹിതത്തിന് വിധേയപ്പെടുവാനുള്ള സമർപ്പണവും അചഞ്ചലമായ ദൈവവിശ്വാസവും നിയമങ്ങളോടുള്ള വിധേയത്വവും ശുഭാപ്തി വിശ്വാസവും അച്ഛൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. എപ്പോഴും എല്ലാവരോടും മാന്യമായി ഇടപെടുവാനുള്ള സ്വഭാവശ്രേഷ്ഠതയും അഭിപ്രായ വ്യത്യാസങ്ങളെ സഹിഷ്ണുതയോടെ നേരിടുവാനുള്ള പക്വതയും പ്രതികാര മനോഭാവം വെച്ചു പുലർത്താതെ മുൻപോട്ട് പോകുവാനുള്ള ദൈവകൃപയും അച്ഛൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അതിനുമപ്പുറമായി വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള താഴ്മയും സ്വന്തം കുറവുകൾ ചോദിച്ചിറങ്ങി പരിഹരിക്കാനുള്ള ചങ്കൂറ്റവും അച്ഛൻ്റെ പ്രത്യേകതയായിരുന്നു. മുഖപക്ഷമില്ലാതെ ഇടവകാലങ്ങളോട് ഇടപെടുവാനുള്ള സമഭാവവും ഏഷണിക്ക് ചെവി കൊടുക്കുവാതിരിക്കാനുള്ള മൂല്യബോധവും സ്വാധീനത്തിന് വഴങ്ങാതെ നിലപാടെടുക്കാനുള്ള ആർജവും പുകഴ്ത്തൽ മർദ്ദിമറന്നു പോകാതെ പ്രവർത്തിക്കാനുള്ള സൽബുദ്ധിയും അച്ഛനുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസമുള്ളവരെ അവഗണിക്കാതെ
നിന്ദിക്കാതെയും അപമാനിക്കാതെയും പാർശ്വവൽക്കരിക്കാതെയും വിയോജിപ്പുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇടവകയെ നയിക്കുന്ന നേതൃശൈലിയായിരുന്നു അച്ഛൻ്റേത്. ഇടവകയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളിൽ ക്രിയാത്മകമായി ചർച്ച ചെയ്യുന്ന വേദിയായി ഈ കാലയളവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുതൽ സമയം ഉപയോഗിച്ചതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇടവക വികാരി എന്ന നിലയിൽ അച്ഛൻ പകർന്നു നിന്ന മാന്യമായ കീഴ്വഴക്കങ്ങൾ ഇടവകയിൽ തുടരുവാനായി പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഇടവകയെക്കുറിച്ചും സംഘടനയെക്കുറിച്ചും സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞായറാഴ്ചയിലെ ആരാധനയാണെങ്കിലും ഒരു മീറ്റിംഗ് ആണെങ്കിലും ഒരു കൂതാശയാണെങ്കിലും അച്ഛൻ വളരെ വ്യക്തതയോടും കൃത്യതയോടും ആയിരുന്നു സംബന്ധിച്ചിരുന്നത്. ആരെയും ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കില്ലെന്ന പ്രവർത്തന ശൈലിയും എന്നാൽ ഡിപ്ലോമസിയോടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് അച്ഛൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ഇടവകയുടെ ഭൗതിക സൗകര്യങ്ങൾക്കും അപ്പുറമാണ് കൂട്ടായ്മ എന്ന അച്ഛൻ്റെ ബോധ്യവും ശ്രദ്ധയും തന്നെ. അച്ഛൻ്റെ ഓരോ പ്രസംഗവും ഹൃദയസ്പർശിയും ചിന്തിപ്പിക്കുന്നവയും ദൈവവചനം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പ്രേരിപ്പിക്കുന്ന അവസരങ്ങളുമായിരുന്നു. എങ്കിലും ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ പ്രസംഗങ്ങളിലൂടെ ഉഗണ്ടയുമായും മംഗോളിയയുമായും അന്റാർട്ടിക്കയുമായും ഇടവക ജനങ്ങൾ താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ദേവാലയത്തിന് വേണ്ട വിശുദ്ധിയും പവിത്രതയും നിലനിർത്തുവാൻ സ്നേഹത്തിലും കരുതലിലും ചാലിച്ച അച്ഛൻ്റെ കാർക്കശ്യം നാം അപൂർവമായി കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ മാലാഖമാർക്കുള്ള പദവിയാണ് ഒരു ഇടവകയിൽ കൊയറിനുള്ളതെന്ന ചിന്ത ഞാൻ ആദ്യമായി കേൾക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അച്ഛനിൽ നിന്നാണ്. ഇടവകയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാനാവാത്ത സംഘടനയാണ് കൊയർ. മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് കൊയറംഗങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉണ്ടെങ്കിലും കൂടുതൽ സമയം ചെലവിടേണ്ട ആവശ്യം ഉണ്ടെങ്കിലും അച്ഛൻ്റെ ബോധ്യം കൊയറിനെ മുൻപോട്ട് നടത്തുവാൻ മതിയായ ഊർജം നൽകി. പള്ളിക്കുള്ളിൽ അടുത്തിരുന്നില്ലെങ്കിൽ ഇടയിൽ സാത്താൻ കയറിയിരിക്കുമെന്ന അച്ഛൻ്റെ ചിന്ത കൊയറിനെ സംബന്ധിച്ച് വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കൊയറിന് 35 ഗായകരെ ആവശ്യമുണ്ടെന്ന് 2024 ജൂലൈ മാസത്തിൽ 2 ഞായറാഴ്ച പരസ്യം ചെയ്തതിനു ശേഷം നടത്തപ്പെട്ട ഓഡിഷനിലൂടെ അംഗങ്ങളാകുവാൻ വെറും 20 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 18 മാസങ്ങൾക്ക് ശേഷം 2025 ക്യാരൽ സർവീസിൽ 35 ഗായകർ ഉൾപ്പെട്ട കൊയർ ഉണ്ടായതാണ് ജിജുവച്ചൻ്റെ നേതൃത്വം നമ്മുടെ ഇടവകയ്ക്ക് വരുത്തിയ മാറ്റം. ജൂനിയർ കൊയർ സംഘടിപ്പിക്കുക, കൊയർ പുനഃസംഘടിപ്പിക്കുക, കൊയറിനെ DSMCയിൽ രജിസ്റ്റർ ചെയ്യുക, കൊയർ റെപ്രസെൻറ്റേറ്റീവിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പുനർപ്രവേശനം നൽകുക, ഇതൊക്കെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയിലെ കൊയറിന് മാലാഖമാർക്കുള്ള പദവി കുറേയൊക്കെ ലഭ്യമാക്കിയതിൻ്റെ ദൃശ്യമായ ഉദാഹരണങ്ങളാണ്. അച്ഛന് എല്ലാ കാര്യത്തിലും എന്ന പോലെ കോൺഗ്രിഗേഷൻ്റെ റെസ്പോൺസിനും സ്പീഡ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. മ്യൂസിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ചൊല്ല് തീരുന്നതിന് ഒരു ബാർ മുൻപേ കോൺഗ്രിഗേഷൻ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങണമെന്ന് അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നു. അച്ഛൻ കുർബാന നിർവഹിക്കുമ്പോൾ ഒരു കൊയറിൻ്റെ പ്രസക്തി പരിമിതമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രത്തോളം സ്വാധീനശേഷിയുള്ള ഒരു ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു അച്ഛൻ. ഒരുപക്ഷെ അച്ഛൻ വൈദിക ശുശ്രൂഷയ്ക്ക് അച്ഛനെ ദൈവം വിളിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഗോസ്പൽ സിംഗർ ആകുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അച്ഛൻ്റെ ശബ്ദമാധുര്യവും ഈണത്തോടെയുള്ള ഗാനാലാപനവും നാം എന്നും ഓർത്തിരിക്കും. ഗാകുൽത്തായിൽ ശങ്ക തുറന്ന നല്ലവനെ നിന്ന് ഒഴുക്കിയ രക്തം ജലവും കൊണ്ട് ദാഹം തീർക്കാം. ആ ഒരു ചൊൽ അച്ഛൻ്റെ ഒരു സിഗ്നേച്ചറായിരുന്നു. താഴ്മയും ദൈവഭക്തിയും ഒത്തിണങ്ങിയ ഒരു കൊച്ചമ്മയായിരുന്നു ടിനു കൊച്ചമ്മ. കൊച്ചമ്മയുടെ സാക്ഷ്യവും വിശ്വാസവും ഈ ഇടവകയിലെ വളരെ ആളുകളെ ശക്തീകരിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചമ്മയുടെ ഹോസ്പിറ്റാലിറ്റി വളരെ അനുകരണീയമായി ഞാൻ കണ്ടിട്ടുണ്ട്. ആനന്ദം ആകാശം നമ്മുടെ ജൂനിയർ കൊയറിൻ്റെ ഭാഗമായിരുന്നു. അഞ്ജലി നമ്മുടെ ചെറിയ കൊയറിൻ്റെ വലിയൊരു ഗായികയായിരുന്നു. കൊയറിൽ നിന്നിറങ്ങുന്ന അഞ്ജലിയുടെ സാന്നിധ്യവും ശബ്ദവും അച്ഛൻ വിടവാങ്ങുമ്പോൾ കൊയറിനെ സംബന്ധിച്ച് ഒരു നഷ്ടമായിരിക്കും.
അങ്ങനെ EMTCയിൽ നിന്ന് ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിൽ നിന്ന് EMTCയിലേക്ക്, എബനേസർ മാർത്തോമ ചർച്ചിലേക്ക് നമ്മുടെ ഇടവകയുടെ 5ാമത്തെ വികാരി യാത്രയാകുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉത്തമമായൊരു നേതൃശൈലിയിലൂടെ നമ്മെ ഇടവകയുടെ ഒപ്പം കൊയറിനെയും ചേർത്ത് നയിച്ച അച്ഛനോടുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഔപചാരികമായി അറിയിക്കുന്നു. അച്ഛൻ്റെ അടുത്ത ഇടവകയിലും പ്രവർത്തന മേഖലകളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജിജു അച്ഛനും ടിനു കൊച്ചമ്മയ്ക്കും അഞ്ജലിക്കും ആനന്ദിനും ആകാശനും കൊയറിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. കൊയറിൻ്റെ ഒരു ചെറിയ ഉപഹാരം അച്ഛന് നൽകുവാനായിട്ട് ആശിഷിനെ ക്ഷണിക്കുന്നു. താങ്ക് യു അങ്കിൾ. യുവജന സഖ്യത്തിൻ്റെ പ്രതിനിധിയായ മിസ്റ്റർ ഷാലും സാം ഷിബുവിനെ ക്ഷണിക്കുന്നു. Glory be to the matchless name of our Lord and Savior Jesus Christ. Today is a moment filled with both gratitude and a touch of sadness as we gather and bid farewell to our beloved Achin. Achin has truly been a guiding light for our parish. His presence among us has not just been that of a priest, but of a mentor and a teacher. One of the most beautiful aspects of Achin's ministry has been his deep love for liturgy and music. His passion in these areas has not only enriched our worship, but also inspired many of us to understand, appreciate, and actively pursue the traditions and cultures in our church. Because of him, liturgy is no longer just a ritual for us. It has become a meaningful and spiritual experience. Achin has also played a pivotal role in guiding the youth. He encouraged us to embark on a deeper spiritual journey, constantly reminding us of the importance of the Bible and the values it teaches. His words were not just teachings, but lessons for life, lessons that have shaped our faith and character. During his tenure, Emmanuel Mathma Yunisakim Kothunur was able to rise to the auspicious achievement of being named the best Shaga outside Kerala, following many other accolades at the center, diocese and Kendram levels. It was Achin who pushed us to reach for those heights. As a small Sakyam, we were able to make our mark at the bigger stage. Sakyam has gotten stronger. Achin made sure that the voice of the youths were heard and made sure to attract all the youths in and outside church to bring them closer to God and Sakyam. Achin, as you move forward to your next chapter, we want you to know that your impact on this parish will never be forgotten. You have planted seeds of faith, devotion, and unity that will continue to grow for years to come. Anjali has also played an important role and has been an active member. We will miss you, and we are grieved by the loss of a remarkable talent that is leaving us. We thank Achin, Kochima, Anjali, Anand, and Akash for everything that you have done for us. May God bless you abundantly, guide you in all that you do, and continue to use you as an instrument of His love. You will always remain in our prayers. May God bless you in your new place of ministry. Achin, we still have the second farewell awaiting you later this afternoon. Please join us at the last meeting with the youths. Thank you. സേവക സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ മിസ്സസ് ലിലി തോമസ് ആന്റിയെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റവറൻ MC ജോഷു അച്ഛൻ, റവറൻ ജിജു ജോസഫ് അച്ഛൻ, ടിനു കൊച്ചമ്മ, അഞ്ജലി, ആകാശ്, ആനന്ദ്, ഇവിടെ ആയിരിക്കുന്ന ഇടവക ജനങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി ഒന്നും പറയാനില്ല തോന്നുന്നേ, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ സേവ്യ സെക്രട്ടറി ബിന്ദുമാനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ 4 വർഷം സേവ്യ സംഘം സെക്രട്ടറി ആയിട്ട് ഇവിടെ ഇരുന്നു. 4ാമത്തെ വർഷമാണ് അച്ഛൻ ഈ ഇടവകയിലേക്ക് വരുന്നത്. അച്ഛൻ്റെ സേവനം അവിസ്മരണീയമാണ്. എല്ലാ ആഴ്ചയിലും സേവ്യ സംഘത്തിൽ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും
പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസ്സുകൾ എടുക്കുകയും അതുപോലെ 7 കൂദാശകളെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുകയുണ്ടായി. വിസ്താരങ്ങൾ ചെയ്ത് റിട്രീറ്റ് നടത്തുകയും അത് അത്യന്തം പ്രയോജനപ്പെടുകയും ചെയ്തു. അതിലെല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ഒരു മൈസൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിലും ഏറ്റവും പ്രാധാന്യം വഹിച്ചത് അച്ഛനായിരുന്നു. അതും എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ നമ്മുടെ ഇടവകയിൽ വന്നിരുന്ന അച്ഛന്മാരൊക്കെ ഏകദേശമൊക്കെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഈ അച്ഛൻ വന്നപ്പോൾ ഈ 2 വർഷം പള്ളി ഭയങ്കരമായിട്ടൊരു ഓളത്തിലായിരുന്നു. അച്ഛൻ്റെ ശബ്ദം, അച്ഛൻ്റെ ഗാംഭീര്യം, സൗന്ദര്യം, സംഗീതം എല്ലാം കൊണ്ടും ഈ ഇടവക നല്ലതുപോലെ അങ്ങ് ഇളകുവാനായിട്ട് ഒരു ഓളം തിരമാല അടിക്കുന്നത് പോലെ ഒരു ഇളക്കമായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ അച്ഛൻ്റെ കുർബാന അലസമായി നിൽക്കുന്നവർ പോലും യഥാർത്ഥമായിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കുർബാനയാണ്. അത് ഇന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞത് ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അച്ഛൻ്റെ ആ പാട്ട് അത്യുന്നതങ്ങളിൽ വാസം ചെയ്യുന്നീലോ ഈ ദേവ ഇന്ന് നിങ്ങൾ കേട്ടതാണ്. ഞാൻ പാടുന്നില്ല, അതുപോലെ പാടാൻ എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര അർത്ഥവത്തായുള്ള കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് ആ പാട്ട് പാടുന്നത് അച്ഛൻ. അപ്പോൾ ആ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആ ശബ്ദവും എല്ലാം ദൈവം തന്നതാണ്. ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അച്ഛന് കൂടുതൽ ആയുസ്സും ആരോഗ്യം നേരുന്നു. അതുപോലെ പ്രൊജക്റ്റ് ഓഫ് കനാൽ അതിൻ്റെ കാര്യത്തിൽ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അനേക ഭവനങ്ങൾ സന്ദർശിക്കുവാനും അത് വിജയത്തിലെത്തിക്കുവാനും അച്ഛൻ പരിശ്രമിച്ചു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇടവക മിഷൻ്റെ മീറ്റിങ്ങിൽ നമുക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിൽ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച്, സൗഖ്യമാക്കൽ ശുശ്രൂഷ, അങ്ങനെ അനേകം കാര്യങ്ങൾ. അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന, അതിലും അച്ഛൻ നല്ലതുപോലെ ദൈവവചനം ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന അനേകം രോഗികൾക്ക് സൗഖ്യമായിട്ടുണ്ട്. ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ അച്ഛൻ അവിടെ ഉടനെ തന്നെ ചെന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ വീടുകളിലാണെങ്കിൽ പോലും അച്ഛൻ ഓടിയെത്തും. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നേരെ മോളുടെ വീട്ടിലോട്ട് പോയി. പക്ഷേ അവിടെ ജീവൻ വിമാനങ്ങൾ കുറച്ച് ദൂരം കുറേ കിലോമീറ്ററുണ്ട്, ട്രാഫിക് ഉണ്ട്. എന്നിട്ടും ഒരു വൈകിട്ട് അച്ഛനും കൊച്ചമ്മയുടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് എന്നെ കാണുവാനായിട്ട് വന്നു. അതൊന്നും മറക്കാനാവാത്ത സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് വന്ന ആ വർഷം അച്ഛൻ ഞങ്ങളെ സേവ്യ സംഘത്തിന് പാട്ട് പഠിപ്പിച്ചു തന്നു. ക്രിസ്മസ് കരോളിന് പാടുവാനായിട്ട്. നീലശീതളരാവിൽ ചേരും പൊൻവാനിൽ, അതൊക്കെ ഒരിക്കലും മറക്കാത്തൊരു ഗാനമാണ്. അതുപോലെ ഗോശാലയിൽ അങ്ങനെ 2 പാട്ട് ഞങ്ങളെ പഠിപ്പിച്ചത് അച്ഛനാണ്. അന്ന് ആരും ഇല്ലായിരുന്നു പഠിപ്പിക്കുവാനായിട്ട്. പ്രാവശ്യം ഗീത പഠിപ്പിച്ചു. ഒരു അച്ഛൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു നല്ല ഇടയൻ്റെ ലക്ഷണങ്ങളാണ്. എങ്ങനെ സ്നേഹിക്കാം, എല്ലാവരെയും എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ കരുതാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം അച്ഛൻ ഒരു നല്ല ഇടയനായിട്ട് നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്നു. അതുപോലെ സേവ്യാസംഘത്തിൻ്റെ വകയായിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന കാര്യം അച്ഛനാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലെല്ലാം അച്ഛൻ വാഴയ്ക്ക പൊളിക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ കപ്പയും മീൻകറി ഉണ്ടാക്കിയപ്പോഴും കപ്പ പൊളിക്കാനും അച്ഛൻ എല്ലാ കുക്കിങ്ങും അറിയാം, അരിയാനും പറക്കാനും എല്ലാം അറിയാം. അപ്പോൾ ആ ഒരു കൂട്ടായ്മ, അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു കൂട്ടായ്മ എന്നുള്ളതാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് സന്തോഷവും സമാധാനവും നമുക്ക് കൈവരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അപ്പോൾ സേവ്യാസംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ഇടവകയുടെ നാമത്തിലും അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും അവിടെ ജാലകളിയിൽ നല്ല അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊച്ചമ്മ സേവ്യ സംഘത്തിൻ്റെ ഒരു പില്ലറായിരുന്നു. പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും നേതൃത്വം ചെയ്യുവാൻ കൊച്ചമ്മ കഴിഞ്ഞു. അതുപോലെ ട്രൈബൽ കോൺഫറൻസിൽ ഒരു വിസതയും കൂടാതെ യാത്ര ചെയ്യുവാൻ തമാശകൾ പറഞ്ഞ് ഞങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തും കൊച്ചമ്മ സഹായിച്ചു. ഒരു ദിവസം രാത്രി ഒരു കഥ പറഞ്ഞു. കഥ പറഞ്ഞ് സംഭവം നടന്ന സംഭവമാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് കൊണ്ടുവന്നത് സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. അതൊക്കെ ഒരു ഭയങ്കര വിറ്റ്നസ്സാണ്, അത് ഒരു സാക്ഷ്യമാണ്. അതൊക്കെ ഈ വിസ്യു പ്രസൻസ് കൊച്ചമ്മ ദൈവവചനങ്ങൾ സ്വന്തം കൈപ്പടയിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടുകൊണ്ട് അതും എല്ലാവർക്കും ഒരു പ്രയോജനമായി തീരുന്നു.
അതും കൊച്ചമ്മയുടെ ഒരു മിനിസ്ട്രിയായിട്ട് ഞാൻ കരുതുന്നു. തുടർന്നും അതുപോലെ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ 3 പേര് നല്ല ടാലൻറ്റഡാണ്. അഞ്ജലി നല്ല ഗായികയാണ്. ആനന്ദും ആകാശം പാടുന്നവരാണ്. എല്ലാം കൊണ്ടും അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും നല്ല മക്കളായിട്ട് അവർ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാ ഭാവങ്ങളും നേരുന്നു. കുടുംബമായി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. ഒരു പ്രാവശ്യം കൂടി സേവ്യ സംഘത്തിൻ്റെ നാമത്തിലുള്ള എല്ലാ ആദരവും അർപ്പിക്കുന്നു. ഇപ്പോൾ സേവ്യ സംഘത്തിൻ്റെ പ്രതിനിധികളെ ഒരു ഉപഹാരം കൊടുക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ആൻറ്റി. കപ്പിൾസ് ഫെലോഷിപ്പിൻ്റെ ഭാഗത്തു നിന്നും മിസ്റ്റർ ജിജുമോൻ ഡാനിയൽ അങ്കിൾ കുറച്ച് വാക്കുകൾ സംസാരിക്കും. ജിജു ജോസഫ് അച്ഛനെ നമുക്ക് 2 വർഷം മാത്രമേ നമ്മുടെ പള്ളിയിൽ കിട്ടിയുള്ളൂ. വളരെ വ്യക്തമായ ദിശാബോധത്തോടും ശക്തമായ ബോധ്യങ്ങളോടും കൂടെ ഈ ഇടവയെ ശുശ്രൂഷിച്ച ബഹുമാന്യ പട്ടക്കാരനാണ് നമ്മുടെ ജിജു ജോസഫ് അച്ഛൻ. ഇങ്ങനെ 2 മിനിറ്റ് കൊണ്ട് 3 കാര്യം പെട്ടെന്ന് പറയാം. അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന അച്ഛൻ്റെ ഇൻറ്റഗ്രിറ്റി, ഇസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. വിശ്വസിക്കുന്ന കാര്യം ആരുടെ മുഖത്ത് നോക്കി ഒരു പ്രയാസവും ഒരു ശങ്കയുമില്ലാതെ ആരെയും മുഷിപ്പിക്കാതെ പറയാൻ അച്ഛനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു വളരെ നല്ല ക്വാളിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇരിക്കുകയല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നേരെ നിങ്ങൾക്കാണ് അച്ഛൻ ഇവിടെ തുടങ്ങി അന്ന് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നിടം വരെ ഹിസ് ഹാൻഡ് ഷേക്സ്, ഗെറ്റിംഗ് ഇൻവോൾവ് വിത്ത് പീപ്പിൾ. ഹി വാസ് വൺ എമംഗ് us. Thank you, Acha, for that, being our friend. So his honesty, his heart, finally his handshake and now his heart. He had a vision for the church. ഈ ഇടവകയെ പറ്റി അച്ഛനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഈ ഇടവകയുടെ ഭാവി തലമുറയെ പറ്റി അച്ഛന് സ്വപ്നമാണ്. ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇടവകയുടെ അടുത്ത തലമുറ കൃത്യമായ ദർശനം, കൃത്യമായ ഒരു വിഷൻ അച്ഛന് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനൊക്കെ വളരെ വളരെ കടപ്പെട്ടിരിക്കുന്ന അച്ഛനോട് കപ്പിൾസ് ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ്സിലും എല്ലാ മീറ്റിങ്ങിലും വളരെ അപൂർവമായിട്ട് അച്ഛൻ യാത്ര ചെയ്യുന്നത് ഒഴിച്ച് മറ്റെല്ലാ സമയങ്ങളിലും പൂർണ്ണമായും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. കൊച്ചമ്മയും വന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വം, അവരുടെ സുഹൃത്ത് ബന്ധം ഞങ്ങൾക്കൊക്കെ വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചമ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പലർക്കും അറിയാം, ഷീ ഈസ് എ വുമൺ ഓഫ് പ്രേയർ. ഒരു പ്രാർത്ഥനാ പോരാളിയാണ് കൊച്ചമ്മ. കുഞ്ഞുങ്ങളും അതുപോലെ അച്ഛനെയും കൊച്ചമ്മയും അവർ പൂർണ്ണമായിട്ടും ഞങ്ങളുടെയൊക്കെ മീറ്റിംഗ് വളരെ താമസമാക്കിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ഒരു 6 മണിക്ക് 7 മണിക്കൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ 9-10 മണിയൊക്കെ ആവും. പക്ഷെ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ വീട്ടിൽ കാര്യങ്ങൾ നോക്കിയൊക്കെ ചെയ്യുന്നത് എനിക്കൊന്ന് അഞ്ജലിയുടെ ഒരു നേതൃത്വം വളരെ ശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹൂ യു ആർ. And as you move to the next church, Jayahali Church, ഞങ്ങളുടെ നഷ്ടം അവരുടെ ലാഭമാണ്. Again, thank you so much, Acha, for your leadership, for your integrity, and for the kind of person that you are. Now I request Ms. Anish Paul, Couples Fellowship Secretary, to kindly come and hand over a moment. Thank you, Uncle. Now I request Ms. Nancy Workers to take over for a special song. ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇവിടുന്ന് പോകുവാണെങ്കിലും, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. You all are going to be a big blessing for so many people around the world. So ഞങ്ങൾക്ക് കിട്ടിയ ആ സ്നേഹം, so many people need to get it. So I wish you all the best and God bless all of you.
Thank you so much, Chechi, for blessing all of us with your beautiful voice. ഇടവകയുടെ പേരിലുള്ള നന്ദിയും ആശംസകളും അറിയിക്കുവാനായി ഇടവകയുടെ സെക്രട്ടറിയായ മിസ്റ്റർ ബിജു തോമസിനെ സ്വാഗതം ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട MC ജോഷു അച്ഛൻ, ജിജു അച്ഛൻ, ടിനി കൊച്ചമ്മ, അഞ്ജലി, ആകാശ്, ആനന്ദ്, മൈ ഡിയർ ഇടവക മെമ്പേഴ്സ്, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ സമയത്ത് പ്രിയപ്പെട്ട ജിജു അച്ഛനും കുടുംബത്തിനും യാത്രയപ്പ് കൊടുക്കുവാനുള്ള ഒരു സമ്മേളനമായി നാം കൂടി വന്നിരിക്കുന്നു. അതിന് അവസരമൊരുക്കിയ ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. ഇപ്രകാരം ഇടവകയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവം എനിക്കൊരവസരം തന്നു. അങ്ങനെ അവസരം ഒരുക്കി തന്നതിനോടുള്ള നന്ദി പറയുന്നു. യാത്രയയപ്പ് അല്ലെങ്കിൽ വിട പറയൽ എന്നതിലൊക്കെ വേദന സമ്മാനിക്കുന്ന ഒരനുഭവമാണ്. നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നതായുള്ള സമയങ്ങളിൽ ഡയറി എഴുതുമ്പോൾ എഴുതുന്ന ഒരു വാക്യമാണ് അകലാനായി അടുത്തവരെന്നും നിരർത്ഥകമായ ജീവിതവും എന്നൊക്കെ ഉള്ള വാക്കുകൾ. എന്നാൽ നമ്മുടെ ഒക്കെ വിശ്വാസ ജീവിതയാത്രയിൽ എപ്പോഴും യാത്രകൾ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നതും ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങളായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. 2024 മെയ് മാസം 10-ാം തീയതി ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെളുപ്പിനെ ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ സ്വീകരിക്കുവാൻ സുനുവിനോടും ബെഞ്ചമിനോടും ഒന്നിച്ച് പോകുവാനും അന്ന് മുതൽ കണ്ടതായ ഒരു സ്നേഹം, കരുതൽ, ഇടപെട്ടതായ നിമിഷങ്ങൾ ഒരു പട്ടക്കാരൻ എന്ന നിലയ്ക്കപ്പുറമായി ഒരു സഹോദര ബന്ധത്തിലേക്ക് വളരുവാനായിട്ട് 2024-25 2025-26 കാലയളവിൽ ഇടവകയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അച്ഛനും ഈ ശുശ്രൂഷയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ചാരിതാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ഛനും കുടുംബത്തിനും യാത്രയൊക്കെ നൽകുവാനായി നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഹൃദയത്തിൽ വളരെ വേദനയുണ്ടെങ്കിലും അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അച്ഛൻ്റെ ആരാധനയിലെ ഇമ്പകരമായ ശബ്ദവും പ്രസംഗത്തിലെ അർത്ഥവും ഗാംഭീര്യവും മധ്യസ്ഥ പ്രാർത്ഥനയിലെ ആത്മാർത്ഥതയും അച്ഛൻ്റെ ഹൃദയവിശുദ്ധിയും ഒക്കെ തന്നെ അത്രേ. പ്രകൃതിയ ഗൗരവക്കാരനാണെന്ന് തോന്നിക്കുമെങ്കിലും ഹൃദയവും മനസ്സും തമ്മിലുള്ള അന്തർധാര വളരെ സജീവവും വ്യക്തവുമായി അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷകളിൽ പല വ്യത്യസ്തതകളുണ്ട്. തൻ്റെ ഇടവക ശുശ്രൂഷയിൽ വളരെ ജാഗ്രതയുള്ളൊരു പട്ടക്കാരനാണ് ജിജു. കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു പിതാവ്. നവ സാമൂഹിക മാധ്യമങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഇന്നിൻ്റെ ഒരു പട്ടക്കാരൻ. സമകാലിക വിഷയങ്ങൾ നന്നായി അപഗ്രഥിക്കുകയും പഠിക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു സാമൂഹിക ജീവി. അച്ഛൻ നല്ലൊരു വാഗ്മിയാണ്. അച്ഛൻ നടത്തുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ വളരെ സ്ക്രിപ്റ്റഡും സമയബന്ധിതമായിട്ട് നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നത് മാത്രമേ. അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ ഒരു കൺവെൻഷൻ ഫീലിംഗ് നമുക്ക് പലപ്പോഴും ഉണർത്തുവാനായിട്ട് അച്ഛൻ്റെ പ്രസംഗങ്ങൾ കൂടെ സാധിച്ചിട്ടുണ്ട്. കരയുന്നവരോട് കരയുകയും ചിരിക്കുന്നവരോട് ചിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു മഹത്വമായ ക്വാളിറ്റി ഞാൻ അച്ഛൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും പ്രാർത്ഥനയിൽ പലപ്പോഴും ജാഗരിക്കുന്നതുമായിട്ടുള്ള ഒരു പട്ടക്കാരനായി ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇടവകയ്ക്ക് അത് അനുഭവവേദ്യമായത് പ്രൊജക്ട് ഓഫ് കനാൻ്റെ പ്രവർത്തനത്തിൽ കൂടെയാണ്. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പക്ഷിയുടെ ബലം അതിരിക്കുന്ന കൊമ്പിലല്ല, മറിച്ച് അതിൻ്റെ പറക്കുന്ന ചിറകുകളിലാണ്. ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ വളരെ വിശ്വസ്തയോടും അച്ചടക്കത്തോടും കൂടെ ചെയ്യുവാനായിട്ട് അച്ഛനിലുള്ള ധൈര്യവും എടുത്തിയാട്ടവും സന്മനസ്സും ഒരുപക്ഷെ തൻ്റെ കോളേജ് ലൈഫിൽ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഏടുകളിൽ പഠിച്ചതും മാർത്തോമാ സഭയുടെ മുൻ പരമാധ്യക്ഷൻ ജോസഫ് മാർത്തോമായുടെ ചാപ്പലിനുമൊക്കെ ആയി ശുശ്രൂഷ ചെയ്ത കാലയളവിൽ ലഭിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നന്മ എന്ന് പറയുന്നതിൽ നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാണുന്ന തിന്മയോട്
തെറ്റുകളോടും സമരസപ്പെട്ടു പോകാനായിട്ടല്ല, മറിച്ച് ചോദ്യം ചെയ്യുവാനായിട്ടുള്ള നല്ല ആർജവമുള്ള ഒരു പട്ടക്കാരനാണ് ജിജു ജോസഫ് അച്ഛൻ. ബാംഗ്ലൂരിൽ 2024 അച്ഛൻ വന്നപ്പോൾ പിറ്റേ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ ഒക്കെയോ നമ്മൾ കേട്ടതാണ് അച്ഛൻ അടുത്ത വർഷം ബാംഗ്ലൂർ സിറ്റിയിൽ ഏതെങ്കിലും ഒരു ഇടവകളിൽ വികാരിയായിട്ട് പോകും. ഇത് ഒരു വർഷത്തേക്കുള്ളൊരു താത്കാലിക അപ്പോയിൻമെൻ്റ് ആണ് എന്നാണ് 2024 നാം കേട്ടത്. എന്നാൽ അച്ഛൻ്റെ കഴിവും കാലിബറും ഒക്കെ വെച്ച് അച്ഛനെ ബാംഗ്ലൂരിൽ സഭ ആക്കിയത് ഒരു വലിയ ഇടവക നയിക്കുവാനായിട്ടുള്ള കഴിവ് അച്ഛനിലുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യമുള്ളവർക്കാണ്. അത് പറഞ്ഞവർക്കും അറിയാം. ഇപ്പോൾ 2 വർഷം കൊണ്ട് നമുക്കും അത് മനസ്സിലായി. കഴിഞ്ഞ 2 വർഷത്തിൻ്റെ അച്ഛൻ്റെ ശുശ്രൂഷ നമ്മുടെ ഇടവകയ്ക്ക് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമായിട്ടാണ് നാം എല്ലാവരും കാണുന്നത്. പല പെൻഡിങ് ആയിട്ടുള്ള പ്രോജക്ട്സുകളും നടത്തിയെടുക്കുവാനായിട്ട് അച്ഛൻ്റെ ഊർജ്ജസ്വലതയോടുള്ള പ്രാർത്ഥനയോടുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ 2 പക്ഷമില്ല. പ്രൊജക്ട് ഓഫ് കാനാൻ വളരെ വ്യക്തതയോടും സുതാര്യതയോടും നടത്തുവാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അച്ഛൻ്റേത് അത്രയും. അതിനുവേണ്ടിയുള്ള അധ്വാനം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ബഹുമാനപ്പെട്ട MC ജോഷു അച്ഛനോടും കുടുംബത്തോടും ചേർന്ന് ഇടവുകളുടെ ശുശ്രൂഷകളിൽ അച്ഛൻ ഏർപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പിതാവിൻ്റെ വാത്സല്യവും സ്നേഹവും ജിജു അച്ഛൻ പകർന്നു കൊടുക്കുമ്പോൾ ഒരു മകൻ്റെ സ്നേഹം തിരിച്ചു കാണിക്കുവാനായിട്ട് അച്ഛൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അച്ഛൻ്റെ ശുശ്രൂഷയുടെ ബലം പ്രിയപ്പെട്ട ഇവിടെ പറഞ്ഞതുപോലെ ടിനു കൊച്ചമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി ആണ് എന്ന് പറയുന്നതിൽ നമുക്കാർക്കും 2 അഭിപ്രായമില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നല്ല അഭിമാനമാണ്. കൊച്ചമ്മയിൽ പ്രകടനങ്ങളൊന്നുമില്ല, എടുത്തിയാട്ടങ്ങളൊന്നുമില്ല. വളരെ താഴ്മയോടുകൂടെ ഇടവകയുടെ ശുശ്രൂഷ അച്ഛനോടുകൂടെ ചേർന്ന് ചെയ്യുന്നതായ ടിനു കൊച്ചമ്മ. 3 മക്കളും അപ്രകാരം തന്നെ. അഞ്ജലി മോളാണെങ്കിൽ കൊയറിലും യൂത്തിലും അങ്ങനെയുള്ള കലാമത്സരങ്ങളിലും ഒക്കെ പങ്കെടുത്ത് ഇടവകയ്ക്ക് അനേകം മെഡലുകൾ നേടിത്തന്നിട്ടുണ്ട്. ആനന്ദും ആകാശും അതുപോലെ വളരെ സൈലൻ്റായിട്ട് തങ്ങളുടെ കൂട്ടുകെട്ടിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ടുള്ള നിമിഷങ്ങൾ ഞാൻ ഓർത്തു പോകുന്നു. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ വാത്സല്യവും സ്നേഹവും ഒരുപക്ഷെ ഇടവയ്ക്ക് നഷ്ടമാകും, ഇടവിലെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാകും. എങ്കിലും ദൈവം ഏൽപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, ഇടയാക്കട്ടെ. ബാംഗ്ലൂരിലായതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് വീണ്ടും പലപ്പോഴും കാണാം എന്നുള്ള പ്രത്യാശയും വിശ്വാസവും എല്ലാം നമുക്കുണ്ട്. അത് അപ്രകാരമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട ഇടവകാരി ജിജു ജോസഫ് അച്ഛൻ 2024-26 കാലയളവിൽ പത്തനൂർ ഇമ്മാനുവൽ മാർത്തോമാ ഇടവകയ്ക്ക് നൽകിയ സുദൃഢമായ നേതൃത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ തുടർന്നും ദൈവവാക്കുന്ന സ്ഥാനത്ത് കുടുംബമായി നിർവഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പത്തനൂർ ഇമ്മാനുവൽ മാർത്തോമാ ഇടവകയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഇടവകയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടും എല്ലാവരോടും ചേർന്നുള്ള സന്തോഷവും നന്ദിയും ബഹുമാനപ്പെട്ട അച്ഛനോട് കുടുംബത്തോട് അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹസൂചകമായിട്ട് ഇടവകയുടെ ഒരു മെമ്മോ നൽകുവാനായിട്ട് ട്രസ്റ്റിമാർ മുമ്പോട്ട് വരുന്നതും അത് അച്ഛന് കൈമാറുന്നതും അത്രയും.
video presentation. It truly reminded us of the wonderful memories we will always cherish. As we come to the close of this blessed gathering, I now invite Mr. Kim Verghese uncle to come forward and deliver the word of thanks. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്ന് ഈ യാത്രാ സമ്മേളനത്തിൽ മഹനീയ സാന്നിധ്യം കൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ഏറ്റവും ആദരണീയ നമ്മുടെ സ്വന്തം MC ജോഷുവാച്ചൻ, ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ കേന്ദ്രബിന്ദു നമ്മുടെ കൊത്തന്നൂർ ഇമ്മാനുവൽ കുടുംബത്തിൻ്റെ ആത്മീയ ഗ്രഹനാഥൻ കഴിഞ്ഞ 2 വർഷങ്ങൾ നമ്മുടെ ഇടവയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ സ്വന്തം ജിജു ജോസഫ് അച്ഛൻ, ടിനു കൊച്ചമ്മ, 3 മക്കൾ അഞ്ജലി, ആനന്ദ്, ആകാശ്, ഇടവയുടെ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട ഇടവചനങ്ങളെ, കുഞ്ഞുങ്ങളെ, യാത്ര പറയുക എന്നത് തികച്ചും ഹൃദയം ഉടയ്ക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ യാത്ര പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകൾ അല്പം ഒന്ന് പിഴയും. നമ്മുടെ ഇടയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാഗതത്തിൻ്റെ പൂച്ചെണ്ടുകൾ നൽകി മുഖത്ത് വിരിയുന്ന മനോഹരമായ ചിരിയോടെ ജിജു അച്ഛനെയും കുടുംബത്തെയും നാം വരവേറ്റു. അന്ന് മുതൽ ഈ നിമിഷം വരെ അണുവിട മാറാതെ ആ സന്തോഷം പങ്കിടുവാൻ നമുക്ക് സാധിച്ചു. അച്ഛൻ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് എത്ര അപ്പുറമായിട്ട് ദൈവം അച്ഛനെ നമുക്ക് അയച്ചെന്ന് നമ്മുടെ ഇടവയെ അനുഗ്രഹിച്ചു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞാൻ അച്ഛനോടൊന്നിച്ച് ഇവിടെ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ, ഒരു അന്മയസൂക്ഷനായിട്ട് ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവനാമത്തിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആയിരുന്നു അച്ഛൻ. കുർബാനയ്ക്ക് മുമ്പ് തുയാബ പ്രാർത്ഥനയുടെ അർത്ഥം കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് അച്ഛനിലൂടെയാണ്. 7:45 എന്നൊരു സമയമുണ്ടെങ്കിൽ അച്ഛനോട് റെഡി ആയിരിക്കും. അതിനു മുമ്പ് ആ പ്രാർത്ഥന മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് കുർബാനയ്ക്ക് വേണ്ടി അച്ഛൻ ഒരുങ്ങുന്നത്. അതിനു മുമ്പേ അച്ഛൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാവും, നമ്മുടെ ഇടവചനങ്ങളെ മുഴുവൻ ദൈവവരങ്ങളെ ഏൽപ്പിച്ചിട്ടാവും അച്ഛൻ വരുന്നത്. നന്ദിയുണ്ട് അച്ഛ, ഒത്തിരി ഒത്തിരി ദൈവത്തോട് നന്ദി. വലിയൊരു അനുഗ്രഹമായ അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും മാറി. ഇന്നത്തെ ഈ മീറ്റിംഗിൽ നന്ദി പറയുക എന്നതാണല്ലോ എൻ്റെ കടമ. അതിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MC ജോഷു അച്ഛൻ, നമ്മുടെ വല്യച്ഛൻ, നമ്മുടെ ഏതൊരു ആവശ്യമുണ്ടെങ്കിലും MC ജോഷു അച്ഛനും കൊച്ചമ്മയും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛനിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിനായി ദൈവത്തിന് നന്ദി കരയിട്ടു. അച്ഛനെയും കൊച്ചമ്മയും ഇതിലൂടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. മനുഷ്യൻ സ്വപ്നങ്ങൾ മെനയുന്നവരാണ്, എന്നാൽ അത് യാഥാർത്ഥ്യം ആകണമെന്നില്ല. എന്നാൽ ഏറെ നാളത്തെ നമ്മുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കുവാൻ ഏറെ അധ്വാനിക്കുകയും തൻ്റെ നേതൃത്വം കൊണ്ടും പ്രൊജക്ട് ഓഫ് കനാൻ യാഥാർത്ഥ്യമാക്കി തന്ന നമ്മുടെ ജിജു ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തെ അഭിനന്ദിക്കുവാൻ, നന്ദി പറയാൻ വാക്കുകളില്ല. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും അച്ഛൻ, മറക്കില്ല ഈ സ്വപ്നസ്വകാരം. നന്ദി അച്ഛൻ. നമ്മുടെ ജിജു അച്ഛൻ ഭാവഭേദം കൂടാതെ കൂടെ ചേർന്ന് നടന്ന നല്ല ഒരു ഇടയൻ. അവരെൻ്റെ ആവശ്യം സ്വന്തം ആവശ്യമായി കാണുകയും അവരെ ചേർത്തണയ്ക്കാനുള്ള താല്പര്യം, ഭക്തി നിർഭര ആത്മീയത എല്ലാം ചേർന്നുള്ള ഒരു ഇടയനെ നമുക്ക് കഴിഞ്ഞ നാളുകൾ നമ്മുടെ ഇടയിലേക്ക് അയച്ചു തന്ന നമ്മുടെ അരുമനാഥനായ കർത്താവിന് നന്ദി. ടിനു കൊച്ചമ്മയിലൂടെ ലഭിച്ച സ്നേഹം, കരുതൽ, ആതിഥേയത്വ സൽക്കാരങ്ങൾ എല്ലാത്തിനും 1000 നന്ദി കൊച്ചമ്മേ. 3 മക്കൾ അഞ്ജലി, ആനന്ദ്, ആകാശ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കൂട്ടുകാർ, 3 പേരുടെ നല്ല ഭാവിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ ഇടവകയായി പ്രാർത്ഥിക്കുന്നു.
ഇടവകയിലെ സംഘടനകൾക്കും ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്കും അച്ഛനും കുടുംബവും അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കലവറകൾ പകർന്നു നൽകി. എനിക്കും കുടുംബത്തിനും ഒരു ഇടവപ്പെട്ടക്കാരൻ എന്നതിലുപരി എൻ്റെ സ്വന്തം സഹോദരനായിരുന്നു പ്രിയപ്പെട്ട ജിജു ജോസഫ് അച്ഛൻ. അച്ഛൻ ഇവിടെ നിന്ന് മാറിയാലും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ്. പുതിയ വേലസ്ഥലത്ത് സൂര്യപ്രഭയോട് പ്രവർത്തിക്കുവാനും അനേകർക്കും ദൈവത്തിൻ്റെ വെളിച്ചം കാട്ടുവാനും നന്മയുടെയും സത്യത്തിൻ്റെയും നക്ഷത്രമായി തിളങ്ങുവാനും നമ്മുടെ ജിജോജിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. കൊച്ചമ്മ 3 മക്കൾ, ഇവർക്ക് ഞങ്ങൾ സ്നേഹത്തിൻ്റെ പൂഞ്ചെണ്ടുകളോടെ എല്ലാ നന്മകളും പാവങ്ങളും നേരുന്നു, നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അധ്യക്ഷ വെൽക്കം സ്പീച്ച് ചെയ്ത വർഗീസ് ബി ജോർജ്, ഫെയർവെൽ മീറ്റിങ്ങിന് ഇടവക സംഘടനകളെ പ്രതികരിച്ച് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ അറിയിച്ച ജോസഫ് വർഗീസ്, ടിങ്കു ജോർജ്, ഷാലോം സാം ഷിബു, ലില്ലി തോമസ്, ജിജിമോൻ ഡാനിയൽ, ഇടവകയ്ക്ക് വേണ്ടി ബിജു തോമസ്, ഏറ്റവും മനോഹരമായ ഒരു ഗാനം ആലപിച്ച ആൻസി വർഗീസ്, ഫെലിസിറ്റേഷൻ മെമ്മോ പ്രസന്റേഷൻ നടത്തിയ സാം ഇഡിക്ല ആൻഡ് ഫിലിപ്പ് ബെഞ്ചമിൻ, ഓപ്പണിംഗ് പ്രയർ നടത്തിയ നമ്മുടെ ജോൺ മാത്യു അങ്കിൾ, ഇന്ന് ഈ മീറ്റിംഗ് ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MC അന്ന മേരി ബിജു, എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കട്ടെ. ഇടവക ഗായ സംഘം, ഇടവ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ സംഘടനകൾ, ഇന്ന് കൂടി വന്നിരിക്കുന്ന നമ്മുടെ പ്രത്യേക അതിഥികൾ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളറയിൽ നിന്നും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്നത്തെ ഭക്ഷണം ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ, ഈ മീറ്റിങ്ങിന് ചുക്കാൻ പിടിച്ച എല്ലാവർക്കും നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ എല്ലാവർക്കും ഇതേ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ജിജിയച്ച, പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അങ്കിൾ. മറുപടി പ്രസംഗത്തിനായി റെവറൻഡ് ജിജു ജോസഫ് അച്ഛനെ ക്ഷണിച്ചോളൂ. ബോധമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ, ജിജു അച്ഛൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. നമ്മൾ ഓരോരുത്തരും ആകുന്നത് ദൈവകൃപയാലാകുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. കഴിഞ്ഞ 2 വർഷക്കാലം ജിജുവച്ചനോട് ചേർന്ന് ഈ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഒരു കുടുംബമാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ ഒരു ദൈവം ഞങ്ങളെ ഇടയാക്കുന്നതോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയിലാണ്, അതുപോലെ തന്നെ ജിജുവച്ചൻ്റെ തണലിൽ കീഴിലാണ് ഞങ്ങളെല്ലാവരും. വലിയ കഴിവോ മിടുക്കോ ഒന്നുമില്ല. എന്നാൽ അച്ഛൻ ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തിടത്തോളം ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ചേർത്ത് നിർത്തി. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും കരുതലോടുകൂടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരുന്നത്. അച്ഛനെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രം. അതുപോലെ ഞങ്ങൾ പോകുന്ന നിങ്ങൾ ഓരോരുത്തർ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഓരോ മുഖം കാണുമ്പോൾ വളരെ, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് ഞാൻ വലിയ ഇതിനൊന്നും പൊതുവിൽ ഇതായിട്ടില്ലെങ്കിലും ഓരോ വ്യക്തികളെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് ലഭിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കും ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ഇടങ്ങളിൽ അച്ഛനോട് ചേർന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ, ദൈവകൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലും മുമ്പോട്ട് പോകുവാനും
ശുശ്രൂഷ ചെയ്യുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ വിനയത്തോടു കൂടെ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജോഷു അച്ഛനെ കൊച്ചമ്മയോട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വന്തം മക്കളെ കരുതുന്നത് പോലെ ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ വാത്സല്യത്തോടു കൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രിയപ്പെട്ട ജോഷു അച്ഛൻ, പ്രിയപ്പെട്ട ഇടവക ചുമതലക്കാരെ, കൈസ്ഥാന സമിതി അംഗങ്ങളെ, സ്നേഹനിധികളായ ഇടവക ജനങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനം. ഒരു പട്ടക്കാരൻ്റെ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട നിമിഷമാണ് ഒരു ഇടവകയിലെ ശുശ്രൂഷ പൂർത്തിയാക്കിയിട്ട് വേറൊരു ഇടവകയിലേക്ക് പോകുന്നത്. ഞാനെപ്പോഴും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഹൗ ടു സ്റ്റാർട്ട് അല്ല പ്രധാനം, ഹൗ ടു ഫിനിഷ് എന്നുള്ളതാണ്. അത് പലപ്പോഴും റിസ്ക് ഫാക്ടേഴ്സാണ്. സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, വളരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടും ഫിനിഷും തമ്മിലിടയ്ക്കുള്ളതായ ഒരു ടൈം പീരീഡ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്ന നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ മഹാകരുണയും ദയയും അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി ഞാൻ അറിയിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും ഇതെല്ലാം പറയുമ്പോൾ ഞാൻ യോഗ്യനാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇരുന്ന് ചിന്തിച്ചു പോവുകയാണ്. ഇത്രയും അസസ്മെന്റ്സ് ഒക്കെ നടത്തിയല്ലോ. ഒരുപക്ഷെ അച്ഛൻ പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സങ്കടം ഉണ്ടാകും വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ പറയാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് എനിക്ക് ചെയ്യണം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു my future ministry. I am ready to accept your suggestions and criticisms. You don't worry. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ദൈവം ഞങ്ങളെ ഇവിടെ ആക്കിയപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ വ്യാപരിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന വളരെ വലുതായിരുന്നു. അവരെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എപ്പിസ്കോപ്പൽ സിനഡ് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ വരാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഡയസിസ്റ്റ് എപ്പിസ്കോപ്പ പരിഗണിച്ചതുകൊണ്ടാണ് ജാലഹള്ളിക്ക് ട്രാൻസ്ഫർ ലഭ്യമായിട്ട് തീർന്നത്. എപ്പിസ്കോപ്പൽ സിനഡിനോട് ബദ്രാസന തിരുമേനിയോട് നന്ദി അറിയിക്കുകയാണ്. ഒരിക്കലും ഞാൻ എൻ്റെ കഴിവുകളിലോ എൻ്റെ അനുഭവങ്ങളിലോ ഒന്നും ആശ്രയിക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ദൈവം പ്രാർത്ഥന കേൾക്കും. അതായത് എൻ്റെ ഒരു പോളിസിയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ദൈവത്തമ്പുരാൻ നോക്കിക്കൊള്ളും. നമ്മളതിനകത്ത് ഏതെങ്കിലും കള്ളത്തരമോ എന്തെങ്കിലും മായം ചേർക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സക്സസ് ആവുകയും ഇല്ല. എൻ്റെ ഒരു ബലഹീനതയായിരുന്നു ആരും ജനങ്ങളെ പ്ലീസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റുള്ള കാണിക്കുന്ന കൂട്ടത്തിലല്ല. നല്ല അച്ഛനെന്നും നല്ല കൊച്ചമ്മയെന്നൊക്കെ പറയാനായിട്ട് ഞങ്ങൾ മെനക്കെടാനൊന്നും പോയിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ പറയുന്നതിനകത്ത് വലിയ അർത്ഥം തോന്നിയിട്ടില്ല. എന്നാൽ ഒരാൾക്ക് നന്മയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ എൻ്റെ ദൈവത്തിനാണ് നന്ദി. കാരണം ദൈവം ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നടത്തുന്നതുകൊണ്ടാണ് ദൈവജനത്തിന് ആരാധന സിദ്ധിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ദൈവത്തിന് 1000 സ്തുതി. ഈ ഇടവകയിൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. അത് മനഃപൂർവ്വമല്ല, അത് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ ഇടവകയിൽ ഒരു വികാരിയച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. എന്നാൽ എനിക്കുണ്ടായ ഫീലിംഗ് അത് നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ എന്നെ ടേക്ക് കെയർ ചെയ്തു എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങളുടെ ഫീലിംഗ് ആണ്. കാരണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പല കാര്യങ്ങൾ പിള്ളേരെ കൊണ്ട് ചെന്നില്ലെങ്കിൽ എന്താ വരാത്തെന്നുള്ള രൂപത്തിൽ ഒരു മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാം ഒരു താല്പര്യമായിരുന്നു എന്നൊക്കെ കാണാനായിട്ട് കഴിയുന്നത്.
മിക്കവാറും എല്ലാ ആളുകളുമായിട്ടൊരു നല്ല ബന്ധം. ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം കമ്പാർട്ട്മെന്റ് റിലേഷൻഷിപ്പായിരുന്നു. ഒരു കാരണവശാലും ഒരാൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ പറയാനോ അത്തരത്തിൽ ഞങ്ങൾ ഇതുവരെയുള്ള ശുശ്രൂഷയിൽ ഇത് നിമിഷം വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നോ എന്നിൽ നിന്നോ അത്തരത്തിലൊരു പ്രയാസം ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ നാവുകളെ ദൈവം തമ്പുരാൻ ബലപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ്. പലയിടങ്ങളിലും അത് പ്രയാസത്തിന് കാരണമായിട്ടുണ്ട്. ഞാൻ പി ഒ ഫിലിപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, പോപ്പച്ചൻ നിങ്ങൾക്കറിയാം, എ പാഴ്സണേജ് ഇസ് എ നെറ്റ്വർക്കിംഗ് പ്ലേസ്. എല്ലാ ന്യൂസും അവിടെയാണ് വരുന്നത്. എന്നാൽ ഒരാളുടെ കാര്യങ്ങൾ പോലും ഞങ്ങൾ ആരുടെ അടുക്കൽ പറയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓപ്പണായിട്ട് പല ആളുകളുടെയും കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ആഴമായ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഒരാളും എന്നെ ഒരു കാര്യത്തിനും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഞാൻ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളുമല്ലായിരുന്നു. അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ ശരിയെല്ലാം എൻ്റേതായിരുന്നു, നിങ്ങളുടെ ശരിയൊന്നും എൻ്റേതല്ല. എന്നാൽ എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും ഒരുപോലെ ആയപ്പോഴാണ് നന്നായിട്ട് പോകാനായിട്ട് കഴിഞ്ഞത്. എനിക്ക് ഇടവകയെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം 10 വർഷമായപ്പോൾ നിങ്ങൾ ഇത്രയും വളർന്നു. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഈ ഇടവക 300+ ഫാമിലി ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്ലസ് ആയാലും ഇല്ലെങ്കിലും 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ പള്ളി മാറ്റിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു ബേസ്മെന്റ്, അതിന് മുകളിൽ ഒരു പള്ളി, അത് ലിഫ്റ്റ് വെച്ച് വേണം കയറാനായിട്ട്. അത് വയനാട് ചുരം കയറുന്ന പോലെ ലിഫ്റ്റ് ആയിരിക്കരുത്, അതിവേഗം ബഹുദൂരം മുൻചാണ്ടിനുള്ള ലിഫ്റ്റ് ആയിരിക്കണം. അതിൻ്റെ മുകളിലൊരു ഹാൾ, അത് കഴിഞ്ഞിട്ട് ഒരു റൂംസ്, അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് അതിനുള്ള സമൃദ്ധി ദൈവം തമ്പുരാൻ തരും. ദൈവം തമ്പുരാൻ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ഇപ്പോൾ പാഴ്സലേജ് ചെറിയൊരു പാഴ്സലേജാണ്, വളരെ നല്ല ഒരു പാഴ്സലേജ്, നല്ല പോസിറ്റീവ് എനർജിയാണ്. അതിന് സീനിയർ അച്ഛന്മാരൊക്കെ നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് വരും. ഇനിയിപ്പോൾ ബെനിജാൻ്റെ പ്രോജക്റ്റൊക്കെ ഇവിടെ അടുത്ത് വരികയാണ്. ബെനിജാൻ ആ പാഴ്സലേജ് നൽകിയതുപോലെ ഒരു പുതിയ പാഴ്സലേജ് കാശിച്ചിരി കൊടുക്കണം, അതും കൊണ്ട് വിട്ടിട്ട് ബാക്കി പൈസ കൊടുക്കൊന്നും വേണ്ട. അതും കൂടെ നിങ്ങൾ ഈ അടുത്ത് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ, ഒരു 3 bedrooms പാഴ്സലേജ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് ഒരു ഭൗതികമായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. അടുത്തൊരു കാര്യം, ഈ സെന്ററിലെ VBSന്റെ ഒരു അസസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത VBSൽ ഒരു VBS നമ്മുടേതാണ്. അടുത്ത വർഷങ്ങളിൽ ഇനി അത് വർദ്ധിക്കും. കാരണം ഇവിടെ ഇന്നിപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, യങ്സ്റ്റേഴ്സ് ഒത്തിരി പേര് വരുന്നുണ്ട്. അവരെ നിങ്ങൾ ക്യാച്ച് ചെയ്യണം, ഈ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അവരുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വളരണം. ഈ പള്ളിയിലെ കുഞ്ഞുങ്ങൾ വളരെ നല്ല രീതിയിൽ ലീഡർഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവരണം. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അതിന് പറ്റിയ നേതൃത്വം ഇവിടെയുണ്ട്. ഒരച്ഛൻ്റെ ശുശ്രൂഷ എപ്പോഴും നന്നായിട്ട് തീരുന്നത് ഇടവകയിലെ നേതൃത്വത്തിലാണ്. സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് 2 പേര് മാറി. സെക്രട്ടറി തുടർന്നു, ട്രസ്റ്റിമാർ തുടർന്നു. നല്ല ഭംഗിയായിട്ട് അവരെല്ലാം അവരുടേതായ ജോലി തിരക്ക് കഴിഞ്ഞതിന് ശേഷം വളരെയധികം അധ്വാനം അതിനകത്ത് ചെയ്യും. ഇടവക ചുമതലക്കാർ, ആത്മശുശ്രൂഷ എല്ലാം വളരെ ഭംഗിയാണ്. കൈസ്ഥാന സമിതി വെറുതെ വടയും പഴവും തിന്നാൻ വേണ്ടി വരുന്ന കമ്മിറ്റിയല്ല, വളരെ കൃത്യമായ രീതിയിൽ സജീവമായ ചർച്ചകൾ പങ്കെടുക്കുന്നതായ ഒരു കമ്മിറ്റിയാണ്. ക്വാളിറ്റേറ്റീവാണ്. എല്ലാ സംഘടനകളും വളരെ സജീവമാണ്. അതിന് നേതൃത്വം നൽകുന്നവരും വളരെയധികം ആക്റ്റീവാണ്. എനിക്ക് സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ 4 PhD-കാരാണ് സൺഡേ സ്കൂൾ അധ്യാപകർ. ഒരു PhD-കാരൻ ഒരവർ കോളേജ് ക്ലാസ് എടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് സിനിയോട് ചോദിച്ചാൽ മതി, കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റേറ്റീവായിട്ടാണ് നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പോകുന്നത്. ബാക്കി എല്ലാം തന്നെ ഗായക സംഘം, കപ്പിൾസ് ഫെലോഷിപ്പ്, എഡോ മിഷൻ എല്ലാം തന്നെ. എന്നാൽ പങ്കാളിത്തം ഉണ്ടാകണം. എനിക്ക് ഈ സംഘടനകളിൽ നിന്നെല്ലാം നല്ല പോസിറ്റീവ് എനർജി ലഭ്യമായിട്ടുണ്ട്. അധികം വാക്കുകൾ കൊണ്ട് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നൽകിയ സ്നേഹം, കരുതൽ, പ്രാർത്ഥന, എൻകറേജ്മെന്റ്, നിങ്ങളുടെ പ്രത്യേകമായ സ്നേഹം, ഉപഹാരങ്ങൾ, എല്ലാത്തിനും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ എന്ന് നിങ്ങൾ പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അത് പറയുന്നതും കള്ളത്തരമാണെന്നുള്ളത് എനിക്കറിയാം, ഓർക്കാൻ വെച്ചാണ്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഒരു ദിവസം വികാരിമാരെ ഓർക്കുമ്പോൾ ഞങ്ങളെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണം എന്നുള്ളത് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട ചന്ദ്രു ആണെങ്കിലും
ഞങ്ങളോടുള്ള സ്നേഹവും കരുതലുമായിരുന്നു. ഇനി ഞങ്ങൾ ഒട്ടും പുറകോട്ടില്ല, ഇനിയൊന്നും പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ജോഷു അച്ഛനും കശുമയും ഒരു മാതാപിതാക്കളുടെ സ്നേഹം ഞങ്ങൾക്ക് ലഭ്യമായിട്ട് തീർന്നു. ശുശ്രൂഷകളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും സാധാരണ സീനിയർ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കൊച്ചന്മാർക്കൊക്കെ പലപ്പോഴും പലതരത്തിലുള്ളതായ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല. എപ്പോഴും അച്ഛൻ്റെ ഒരു പ്രോത്സാഹനം, കൊച്ചുമ്മയുടെ ഒരു നല്ല വാക്കുമൊക്കെ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. ഇവിടെ പ്രമിനസിന് ഇവിടെ യൂത്ത് സെൻ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊരു ഫെലോഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രമിനസിനോടും കൊച്ചുമ്മയോടും കുഞ്ഞോടും കൂടമായ നന്ദി അറിയിക്കുന്നു. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പാകപ്പിഴയായിട്ട് നിങ്ങൾ കണക്കാക്കാൻ മതി. ദൂരെയൊന്നുമല്ല പോകുന്നത്, ജലഗള്ളി എബിനേസർ മാർത്തോമ ചർച്ചിലേക്കാണ്. ഇതിനെക്കാട്ട് അല്പം കൂടെ വലിയൊരു പള്ളിയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മകൻ്റെ കല്യാണത്തിനോ മകളുടെ കല്യാണത്തിനോ പുതിയ വീട് വെക്കുമ്പോഴോ ഒക്കെ അടുത്തുള്ള അച്ഛനെന്ന നിലയിൽ നിങ്ങളെ വിളിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമെന്നാണ് ഞാൻ അങ്ങ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ടിയതിനെ കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പലപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് ഇടവകയിലെ ശുശ്രൂഷകൾക്കാണ്. സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് മെനക്കെട്ട് പോകാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. പിന്നെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ചായ കുടിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും സൗഹൃദം പങ്കിടുകയും ചെയ്യും. അല്ലാതെ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ഉണ്ടാകരുതെന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിക്കണം. പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് വന്നില്ലെങ്കിലോ ഏതെങ്കിലും കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ തോന്നുന്നത് ഇയാളാണോ അച്ഛൻ പിന്നെ നിങ്ങൾ പറയാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം ഞാൻ എടുത്തതാണ്. വളരെ നല്ല സന്തോഷമായിരുന്നു. എൻ്റെ കുടുംബത്തോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് രാവിലെ എനിക്ക് 7:30 അരമണിക്കൂർ മുമ്പ് മദ്ബഹായിക്കാറുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ചില സമയങ്ങളിൽ രാവിലെ എഴുന്നേറ്റിട്ട് ആകാശ് വീണ്ടും കിടക്കാനായിട്ട് ശ്രമിക്കും. ഞങ്ങളിൽ ഒരുങ്ങി വരുമ്പോഴും ആകാശ് സുഖനിദ്രയിലായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ആകാശം കുഴപ്പമൊന്നുമില്ല, ഉറക്കത്തിൽ വളരെ പാവമാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വളരെ ആകാശം ആനന്ദ അഞ്ജലിയൊക്കെ കറക്റ്റ് സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവരും പിള്ളേരല്ല, അവരും ഒരുങ്ങും. ടിനു അതെല്ലാം ക്രമീകരിക്കുന്നു. എന്നെക്കാട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ടിനുവാണ്. ഞാൻ മറന്നുപോയാലും ടിനുവാണത് ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ ഒരു ബലമാണ് എൻ്റെ ഭാര്യ. എനിക്ക് വലിയ സന്തോഷമാണ്. അവൾ സുന്ദരിയാണ്, മിടിക്കുകയാണ്, വളരെ സ്മാർട്ടാണ്, നല്ല ഭക്ഷണമൊക്കെ തരുന്നതാണ്. എല്ലാ വിധത്തിലും ഞങ്ങൾ പിന്നെ എനിക്ക് വളരെ നിർബന്ധമാണ് എൻ്റെ കൂടെ ഹൗസ് വിസിറ്റിന് വരണം എന്നുള്ളത്. ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാനായിട്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇന്നുമായിട്ട് വിസിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ടിനുവിക്ക് എത്ര വീട് ഉണ്ടെന്നുള്ളത് ഞാൻ കുറച്ചേ പറയത്തുള്ളൂ ആദ്യം. കാരണം 2 ഉള്ളത് പറയും. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള 4 വീടുകൂടെ ചിലപ്പം കയറി 6 വീട് തികച്ചായിരിക്കും വരുന്നത്. അപ്പം കഴിയുമ്പോൾ ഒന്നും പറയത്തില്ല, നല്ലതായിരുന്നു എന്ന് മാത്രമേ പറയത്തുള്ളൂ. കാരണം വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ടിനുവിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ളത്. നിങ്ങൾ ഇത്തരത്തിലൊരു മീറ്റിംഗ് ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് നല്ല വാക്ക് പറഞ്ഞ് അത് അവസാനിപ്പിക്കണം. ഏതാണ്ട് 1 മണിക്കൂറിലധികം നിങ്ങൾ 1.5 മണിക്കൂറിലധികം നിങ്ങളിവിടെ ഇരുന്നു. എനിക്കറിയാം നിങ്ങൾക്കെല്ലാം വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഡയബറ്റിക് ഉണ്ട്, കൊളസ്ട്രോൾ. ഞാനതുകൊണ്ടാണ് 10 മണിയാകുമ്പോഴേ ആശീർവാദം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ബെയർ ചെയ്യുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. നമ്മൾ അടുത്താണല്ലോ, നീ കാണുമ്പോഴും വർത്താനമൊക്കെ പറയണം. അഥവാ ഞാൻ കാണാതെ പോയാലും ഓടി വന്നിട്ട് എന്തുകൊണ്ടാച്ചാൽ ഞങ്ങളെ കാണാതെ പോവുകയാണോ എന്ന് ചോദിച്ച് വർത്താനം പറയാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും വരും തലമുറകളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. കാരണം നിങ്ങളുടെ ആരാധനയിലെ പങ്കാളിത്തവും പ്രാർത്ഥനയും ഞാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ തലമുറകൾക്കും ദൈവം അനുഗ്രഹങ്ങളും സമൃദ്ധിയും ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെരുന്നാളുകളിൽ ഈ ദേശത്തിന് സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഇടവകയായി തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ സ്നേഹത്തിനും കരുതലിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപഹാരങ്ങൾക്ക് എല്ലാത്തിനും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. I now request Sugu Kochima to lead us in the closing prayer, followed by benediction by Reverend M.C. Joshua. Dear Achan, Kochima, Anjali, Anand and Akash,
ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ക്ഷീണമൊക്കെ ആയി, എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നാലും നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയോട് പ്രാർത്ഥിക്കണം. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവും മര്യാദനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി, സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും അവസരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രത്യേക ഈ അവസരം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിജു അച്ഛനും കൊച്ചുമയും കുഞ്ഞുങ്ങളും 2 വർഷത്തെ സേവനത്തിന് ശേഷം മറ്റൊരിടവയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ കേട്ട എല്ലാ വചനങ്ങളും കർത്താവെ കൃത്യമായി അച്ഛനിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ചില സ്നേഹവും കരുതലും പ്രാർത്ഥന, പ്രത്യേകിച്ച് കൊച്ചമ്മയുടെ പ്രാർത്ഥന ജീവിതവും വചന പഠനവും പ്രായമായ എനിക്ക് പോലും പല കാര്യങ്ങൾ കൊച്ചമ്മയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. കർത്താവേ, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, കൊടുത്ത കഴിവുകൾക്കായി സ്തോത്രം. ദൈവമേ, ഒരു ഇടവകയിലെ പട്ടക്കാരനാകുമ്പോൾ ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്, ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് അല്ല, വലിയ ഇടവക ജനങ്ങളുടെ സ്നേഹവും കരുതലുമാണ്. അത് ഞങ്ങൾക്ക് ഈ ഇടവകയിൽ നിന്നും പോത്തന്നൂർ മർത്തോമ ഇടവകയിൽ നിന്ന് ലഭിച്ചതിനോർത്ത സ്തോത്രം. അതൊരു വശമാണെങ്കിലും ഞങ്ങളുടെ ജീവിതയാത്രയിൽ വിമർശനങ്ങളും ക്രിറ്റിസിസങ്ങളും പ്രശ്നങ്ങളും വേദനകളും വരും. അതൊക്കെ ഞങ്ങളുടെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നിരപ്പാക്കുവാനൊക്കെ വേണം കഴിഞ്ഞ നാളുകളിൽ ഇടയാക്കിയതിനെ ഓർത്ത സ്തോത്രം. ഞങ്ങൾക്ക് ജിജുവച്ചനെയും കുടുംബത്തെ നീ തന്നതിനായി സ്തോത്രം. സഭ പറയുന്ന ഇടത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടല്ലോ. ഏലിയാവിനെ വിളിച്ച കർത്താവ്, നിനക്കിനി ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്, ഇവിടെ ഇരിക്കുവാനുള്ളതല്ല. അതെ, പ്രിയപ്പെട്ട ജോസഫച്ചനും കുടുംബത്തിനും വളരെയധികം ദൂരേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അനേക ഇടവേളയിൽ ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. നിന്റെ മകൻ്റെ കഴിവുകൾക്കും ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്കായി നന്ദിയോടെ ഞങ്ങളെല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അച്ഛനെ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കണമേ. പോകുന്ന സ്ഥലങ്ങളിൽ പ്രകാശം പരത്തുവാൻ, ദൈവത്തിൻ്റെ നല്ല സാക്ഷികളായി ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി മാത്രം പ്രവർത്തിപ്പാൻ തുടർന്ന് സഹായിക്കണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഇടവചനങ്ങളെ കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടും എല്ലാം നീ അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവർ, സുഖമില്ലാത്തവർ, വാർദ്ധക്യ ക്ഷീണത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ ഓർക്കുന്നു, ഓരോ സംഘടനയിലും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല വാക്കുകൾക്കായി സ്തോത്രം. നന്ദി കർത്താവേ. ഇനി വരുന്ന അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്യു ജോർജ് അച്ഛനെയും കുടുംബത്തെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വൈകി കർത്താവെ വേണ്ട വിധത്തിൽ നല്ല നേതൃത്വം നൽകുവാൻ നിന്റെ മകനെ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളെ കൊണ്ട് നിറയ്ക്കണം. സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങട്ടെ. നിന്റെ മക്കൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിപ്പാൻ എല്ലാ ദിവസവും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പിതാവും പരിശുദ്ധരുഹായുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപയുടെ അനുഗ്രഹങ്ങളും ആശീർവാദവും നാം എല്ലാവരുടെയും, വിശിഷ്യ ഇവിടെ നിന്ന് പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന ബഹുമാനപ്പെട്ട ജിജു ജോസഫച്ചൻ്റെയും കുടുംബത്തിൻ്റെയും എപ്പോഴും എന്നേക്കും ഉണ്ടായിട്ട് വളരട്ടെ.